ഹലോ ഡോക്ടറെ, അസുഖം തീർന്നിട്ടല്ല, ആന്റിബയോട്ടിക്. വിക്രം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. വർഷയുടെ വീട്ടിലെ വലിയ വലിയ നാടകങ്ങൾ അരങ്ങേറുന്നത്. വൈകാരിക മുഹൂർത്തങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ഒരുപാടുള്ള നാടകങ്ങൾ. ശരശയിൽ ഉറങ്ങുന്ന കഥാപാത്രം എഴുന്നേറ്റ് വന്ന് ഡയലോഗ് പറഞ്ഞ് കയ്യടി വാങ്ങിയാലുണ്ടല്ലോ, ഈ വിക്രം കെട്ടിയാടുന്ന നാടകം ട്രാജഡി ആയി പോവും. അതുണ്ടാവരുത്. ഡോക്ടർ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. ഞാൻ ഡോക്ടർ പറഞ്ഞ മരുന്ന് വരുത്തിയിട്ടുണ്ട്. പതിയെ പതിയെ ആളെ കൊല്ലുന്ന ആന്റിബയോട്ടിക്. അതിന്റെ വില അറിയാലോ ഡോക്ടർക്ക്. വരുത്താനുള്ള ബുദ്ധിമുട്ട് വേറെ. എന്റെ കയ്യിൽ നിന്ന് ആ മെഡിസിൻ ഇന്ന് തന്നെ വാങ്ങി, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ മുത്തശ്ശിയുടെ ചികിത്സയും തുടങ്ങണം. ഇന്ന് ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ് വിക്രം. എന്നാലും സൗകര്യം പോലെ ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. നീ എന്താ സ്വപ്നം കാണുവാണോ? സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവാൻ സമയമായി. ഓഹോ, നിനക്ക് വെറുതെ ഇരുന്ന് വട്ടായോ? ഹരിതേ, ഈ സമയവും കടന്നു പോകുന്നു നീ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയം വെറുതെ അങ്ങ് പോവരുത്. പൊട്ടണം. നല്ല ഒന്നാം തരം ബോംബ്. ഇവിടെയല്ല, അങ്ങ് വിനുവും മീനാക്ഷിയും താമസിക്കുന്ന വീട്ടിൽ. അതിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങി ഹരിതേ. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ പൊട്ടണം. അല്ലാതെ അങ്ങ് ക്ലോക്കിലെ സൂചി നീങ്ങി പോയിട്ട് കാര്യമില്ല. ഇതങ്ങനെ അങ്ങ് നീങ്ങില്ല. എല്ലാവർക്കും എല്ലാ നേരവും നല്ലതായിരിക്കില്ലല്ലോ. മീനാക്ഷിക്ക് യമകണ്ഠ കാലം തുടങ്ങി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളായ കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ? എത്ര വില പിടിച്ച മരുന്നാണെന്നറിയോ താഴെ വീണ് പൊട്ടിയത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മര്യാദയ്ക്ക് നടക്കണമെന്ന്? അലന്നൊരെണ്ണം വന്ന് കേറിയിട്ടുണ്ടല്ലോ. പ്രകാശ, അവര് കുട്ടികളല്ലേ? കുട്ടികളായ കുറച്ച് മാനേഴ്സ് ഒക്കെ വേണം. അടക്കി ഒതുക്കി വളർത്തണം ഇതിനൊക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ നാടിന് ബാധ്യതയായി മാറും. സോറി ഡോക്ടർ, ഈ മരുന്നിന് എത്ര വിലയായിന്ന് പറഞ്ഞാ ഞങ്ങളിത് വാങ്ങിച്ചു തന്നോളാം. ഉപയോഗിക്കാത്ത മരുന്നിന് ഒരു 5 പൈസ പോലും കൊടുക്കില്ല. കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഡോക്ടറെ, ഇതിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തനം. ഗോകുലേട്ടനെ വരക്ക് പറയില്ലേ സുചിത്ര ആന്റി? ദിയമോൾ എല്ലാത്തിനും കാരണം. അവരെ വഴക്ക് പറയണ്ട. അവരെങ്കിലും പരസ്പരം സ്നേഹിച്ചു വളരട്ടെ.